എനിക്ക് മനസ്സില്ല. അത്ര ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്. 10ാം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാരി അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത്? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ഉള്ളപ്പോ നടക്കില്ല. വേണ്ട, എന്നും ഞാനിവിടെ ഇങ്ങനെ. പോട്ടെ മോനെ, ഇനി അവസരം വരുമല്ലോ. അവസരം എന്നാണ് ഈ നോക്കുന്നേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത് മറ്റിലാക്കി എടുക്കണോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്. പെണ്ണിനെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. പല തൂപ്പുകാരിയായിട്ടോ അറ്റൻഡറായിട്ടോ ആയയായിട്ടോ വല്ലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ലെഡി എടി മോളെ എലിസബത്തെ, എലിസബത്തെ ഓ ഇങ്ങോട്ടൊന്ന് വന്നേടി. മോളെ, എടി മോളെ, നിന്നോട് നിന്റെ ചേച്ചി എന്തോ പറഞ്ഞത്? ചേച്ചിക്ക് സങ്കടമുണ്ട് ആ ഡാഡി ആ കാർഡ് കീറിക്കളഞ്ഞതിൽ. എടി അവക്ക് വട്ട്. ഞാൻ പറഞ്ഞാട്ട് നീ അവളോട് എന്ന് പറ അവക്ക് വട്ടാണെന്ന്, കേട്ടോ? നിങ്ങളെ രണ്ടിനെയും നല്ല രീതിയിൽ അയച്ചു കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പൊരിവേലത്ത് കിടന്ന് പാളം മുറുക്കുന്നതും റെയിൽ നടത്തുന്നതെല്ലാം. മനസ്സിലായോ? അല്ലാതെ നിങ്ങളെ നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ വിടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് അവക്ക് പറ്റിയ മണ്ടത്തരം. നീ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത്? നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളൊരു സംഗതി, നീ അവളെ കണ്ട് പഠിക്കരുത്. അവളുടേത് മാതിരി തോന്നിയാസങ്ങൾ കാട്ടാൻ തുടങ്ങരുത്. നിന്റെ അമ്മച്ചിക്ക് എന്നുവരെ അടി നൈറ്റ് ഡ്യൂട്ടി? 31st വരെ. 31st വരെ. അപ്പൊ അത് കഴിഞ്ഞ ഡേ ഡ്യൂട്ടി. ആ, നീ എവിടെയായി പോകാൻ തുടങ്ങുന്നേ? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡാഡി. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഉണ്ടോ? എങ്കിൽ പോരുന്ന് പഠിക്ക്. എന്നാ പിന്നെ നേരത്തെ നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ? ചെല്ലിയല്ലേ. എന്റെ മോള് വൃത്തിയായിട്ട് പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. മിടുക്കിയായിട്ട് മാർക്ക് മേടിക്കണം. ഇത് അതിശയമാണല്ലോ. അല്ല, സാധാരണ പാതിരാക്കി വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്ന കണ്ട് സത്യത്തിൽ ഞാൻ അതിശയിച്ചു. ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഏതായാലും റീത്താമാവിക്ക് സന്തോഷമായി. ഇത്തവണ ആന്റണി ഉള്ളതുകൊണ്ടേ. അത് നേരാ. ആ കുഞ്ഞിന് ഇപ്പോഴാ ഒരു ജീവൻ വയ്ക്കുന്നത്. നമുക്കും ഇനിയിപ്പോ വന്നാലൊന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി. ഇന്നു മുതൽ ഇവൻ നിനക്ക്. നമ്മുടെ പഴയ വാഹനമാ. ഇപ്പോഴും ഒന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം. താങ്ക്സ്. ഒന്ന് ചവിട്ടി നോക്ക്. ഏയ്, നോക്കാനൊന്നുമില്ല. ആഹാ, കൊച്ചു കോളടിച്ചല്ലോ. അങ്ങനെയാ കൊള്ളാവുന്ന കസിന്മാരുണ്ടെങ്കിൽ. മൂക്കും കുത്തി വീഴല്ലേ അഭ്യാസം കാണിച്ചിട്ട്. മതി മതി. ഹായ്. അവന് കൊടുത്തു. നന്നായി. വണ്ടിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു അവകാശം വന്നു. ഇന്ന് മുതൽ ബസ്സിൽ പോക്ക് നിർത്തി. സൂക്ഷിച്ചേ പോകാവൂ. എനിക്ക് ഇവിടുത്തെ ട്രാഫിക് പേടിയാ. അതൊക്കെ അവൻ എക്സ്പേർട്ട് അല്ലേ മമ്മ. മാവേലിക്കയുടെ ഭാഗത്തൊക്കെ ഇവന് സൈക്കിളജ്ഞമായിരുന്നു പണി. ബസ്സിൽ പോക്ക് നിൽക്കുമ്പോ എന്താ മേരി? അതോ, ബസ്സിൽ പോക്കിലൊരു കൂട്ടുകിട്ടി വരുമായിരുന്നു കൊച്ചിന്. സൈക്കിളിലാവുമ്പോ ആ കൂട്ടങ്ങ് പോകും. അതെന്താ ഈ കൂട്ട്?
അപ്പുറത്തെ ഇളയ കൊച്ചും ഈ കൊച്ചിന്റെ ബസ്സല്ല പോക്ക്. അതിന് രണ്ടും രണ്ട് കോളേജിലാണല്ലോ. ആ എന്നാലും കൊറേ വഴി ഒന്നിച്ചാ. ഈ മേരിക്ക് വട്ട വെച്ചാ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട്. പക്ഷെ നല്ല ഒച്ച അത് എനിക്കിഷ്ടമാ. ആ ഇളയതിനെ പോലല്ല, നല്ല അടക്കവും ഒതുക്കവും. എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറ്റിയ ഇത്? കൊച്ചിന്നും പോകുകയല്ലോ. പിന്നെ പോണം. പോവും, കാണാം നമുക്ക്. ആശാരിപ്പണി അറിയാലോ. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ. 10 വരെ പഠിച്ചുള്ളൂ? അതെന്ത് പറ്റി? തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ. വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്. റീതാമാവി പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയേ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സ്? ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ വേണ്ട, പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മാർക്കറ്റിലേക്കാ? ഞാൻ കൊണ്ടുപോവാ. സോഫിയ മൈസൂര് വന്നിട്ട് എവിടെയൊക്കെ പോയി? എങ്ങും പോയില്ല. എങ്ങും? എങ്കി വാ, ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കൂട്ടത്തിൽ മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ? വായിച്ചു. എന്നിട്ട്? ഒന്നുമില്ല. ആ ബാങ്ക് തരൂ. അവിടെ ചോട്ടിട്ട്